ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറ്റ് വിവരങ്ങളിലേക്ക് പോവുകയാണ്. CPM-ന് ഹൃദയബന്ധമുള്ള പഞ്ചായത്താണ് EMS-ന്റെ ജന്മനാടായ മലപ്പുറത്തെ ഏലംകുളം. 40 വർഷങ്ങൾക്ക് ശേഷം ഏലംകുളം 2020-ൽ UDF പിടിച്ചെങ്കിലും കഴിഞ്ഞ ഒക്ടോബറിൽ സ്വതന്ത്ര അംഗത്തെ ഇപ്പുറത്തേക്ക് എത്തിച്ച് ഇടതുപക്ഷം ഭരണത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഇക്കുറി എന്താവും സംഭവിക്കുക? ഏലംകുളം ചുവന്നു തന്നെ ഇരിക്കുമെന്ന് CPM അവകാശപ്പെടുമ്പോൾ 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് UDF-ന്റെ പ്രചാരണം. ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS എന്നും ഇടതുപക്ഷത്തിന്റെ മാർഗദീപവും അഭിമാനവുമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പഞ്ചായത്ത് നഷ്ടമായത് അതുകൊണ്ട് തന്നെ 2020-ൽ CPM-നുണ്ടാക്കിയ അപമാനം ചെറുതല്ല. 5 സീറ്റ് നേടിയ കോൺഗ്രസും 2 സീറ്റ് നേടിയ മുസ്ലിം ലീഗിനുമൊപ്പം 1 സീറ്റുമായി വെൽഫെയർ പാർട്ടി കൂടി ചേർന്നതോടെ UDF LDF കക്ഷിനില 8-8 ആയി. നറുക്കെടുപ്പിന്റെ ഭാഗ്യം കൂടി ഒപ്പം നിന്നതോടെ ഭരണം UDF-ന്. 4 വർഷത്തിനു ശേഷം UDF സ്വതന്ത്ര അംഗത്തെ ഇപ്പുറത്തേക്ക് എത്തിച്ച് അവിശ്വാസത്തിലൂടെ LDF ഭരണം തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇക്കുറി സമ്പൂർണ്ണ ആധിപത്യം നേടുമെന്നും ഭരണം തുടരുമെന്നും CPM. ഒപ്പം കഴിഞ്ഞ തവണ UDF-നെ സഹായിച്ച വെൽഫെയറിനെ നിലം തൊടാൻ അനുവദിക്കില്ല എന്നുകൂടി CPM ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങളുടെ ഏക അജണ്ട വെൽഫെയർ പാർട്ടി എന്ന പാർട്ടിയെ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള വലിയൊരു നടപടികളുമായിട്ടാണ് LDF പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ടോടു കൂടി നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും LDF അധികാരത്തിലേൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ കുതന്ത്രത്തിലൂടെ അധികാരത്തിൽ തിരിച്ചെത്തിയ LDF-നെ ജനം തിരിച്ചറിഞ്ഞുവെന്നും ഭരണത്തിൽ തിരിച്ചെത്തുമെന്നും UDF പറയുന്നു. വെൽഫെയറിനെ തോൽപ്പിക്കാമെന്നത് CPM-ന്റെ വ്യാമോഹം മാത്രമാണെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ. 4 വർഷം കൊണ്ട് ഞങ്ങൾ ശരിയായ ജനകീയാസൂത്രണത്തിൻ്റെ ത്രിതല പഞ്ചായത്തിൻ്റെ 3 ടയർ എന്നുള്ള ആ ത്രിതല സംവിധാനം 100% വിനിയോഗിച്ച ഒരു 4 വർഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നേട്ടം ഈ പഞ്ചായത്ത് 4 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ജനങ്ങളത് അനുഭവിച്ചു. വരും കാലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി തന്നെ ഏലംകുളത്തെ ജനങ്ങൾ അധികാരത്തിൽ ഏറും എന്നുള്ള ഞങ്ങൾക്ക് സംശയമില്ല. 4 വർഷം UDF നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ LDF ഭരണ നേട്ടമായി പ്രചരിപ്പിക്കുന്നതെന്നും ഇത് ജനം തിരിച്ചറിയുമെന്നും UDF. ഈ ഒരു വർഷം കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം 2024 ഒക്ടോബറിലാണോ തോന്നുന്നു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഭരണസമിതി വന്നത്. ഈ ഒരു 10 മാസം കൊണ്ട് എന്ത് നടപ്പിലാക്കാൻ കഴിയുക? ഒരു പേപ്പർ സർക്കാരിലേക്ക് അയച്ച് അതിൻ്റെ മറുപടി വരാൻ പോലും സമയമില്ലാത്ത ഈ ഒരു 10 മാസം കൊണ്ട് എന്ത് വികസനം നടത്തുന്ന അവർ പറയുന്നത്? അവർ പറയട്ടെ, അവർ ഓരോ വികസനങ്ങളും അവർ അക്കമിട്ട് പറയട്ടെ, ഇന്നത് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയട്ടെ. ഇവിടെ കഴിഞ്ഞ 10 മാസമായി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും LDF നേതാക്കന്മാരും ഉദ്ഘാടനത്തിനൊരു ഘോഷയാത്രയാണ്. എല്ലാ ഉദ്ഘാടനത്തിനും ഘോഷയാത്ര, അതിൻ്റെ ഫോട്ടോഷോപ്പും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ഭരണത്തിൽ കയറി 2 മാസത്തിനകത്ത് ഉദ്ഘാടനം തുടങ്ങണമെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഈ ഉദ്ഘാടനങ്ങളുടെ മാമാങ്കവും ഘോഷവും. എന്നാൽ UDF 4 കൊല്ലം ഒന്നും ചെയ്തില്ല എന്നും LDF-ന്റെ ഭരണ നേട്ടങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്നും CPM മറുപടി പറയുന്നു. അവരൊന്നും വിതച്ചിട്ടില്ല, ഞങ്ങൾ കൊയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുന്ന ഈ ഒരു വർഷം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പുനഃക്രമീകരിച്ചപ്പോൾ 2 വാർഡുകൾ കൂടി അധികമുണ്ട് ഏലംകുളത്ത്. അവസാന വർഷം ഭരിച്ച LDF UDF-ന്റെ വാർഡുകൾ വെട്ടിമുറിച്ചുവെന്ന ആരോപണവും UDF-നുണ്ട്. ഏലംകുളത്ത് ചെങ്കൊടി പാറുമെന്ന് CPM ഉറപ്പിച്ചു പറയുമ്പോൾ അട്ടിമറിക്കാൻ കഴിയാത്ത വിധം ആധികാരിക വിജയം നേടുമെന്നാണ് UDF-ന്റെ അവകാശവാദം. മലപ്പുറത്തു നിന്നും CV അനുമോദ്, News 18.